ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വേ ചാനൽ. അങ്ങനെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ സിനിമ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ബട്ട് ഇപ്പോൾ അവർ അത് ട്രെയിലറിൽ ഒതുക്കിയിട്ടുണ്ട്. കത്തനാർ ജയസൂര്യ, അനുഷ്ക ഷെട്ടി, വിനീത്, പ്രഭുദേവ എന്നിവരെയൊക്കെ പ്രധാന വേഷത്തിലാക്കി റോജിൻ തോമസ്. നിങ്ങൾക്കറിയാം, ഹോം എന്ന മലയാള സിനിമയുടെ ഡയറക്ടറായ റോജിൻ തോമസ് ആണ് ഈ സിനിമയും സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമ ഒരുപാട് നാളായിട്ട് എല്ലാവരും, പ്രത്യേകിച്ച് ജയസൂര്യ തന്നെ ഒരുപാട് വർഷത്തോളം എഫേർട്ട് ഇട്ട് വെയിറ്റ് ചെയ്ത ഒരു സിനിമ കൂടെയാണ് കത്തനാർ. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗോകുലൻ ഗോപാലൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ട്രെയിലർ ഒന്ന് കാണാം. വിനീതിന്റെ സൗണ്ട്, ഒരു പഴയ വിന്റേജ് വൈബ് കിട്ടുന്നു. ശ്രീ ഗോകുലം മൂവീസ്. ഫാസിൽ സാറിന്റെ ശബ്ദമാണ്. ഓ, മലയാള സിനിമയില ഇങ്ങനെ ഷോട്ടൊക്കെ. ഇതായിരിക്കും കത്തനാറി കൊച്ചു പയ്യൻ. വിഷനറി പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലൻ. തുടക്കം തന്നെ ആ ഒരു ഗ്രാൻഡ് ആ ഒരു വിഷ്വല് എല്ലാം കാണിക്കുന്നുണ്ട്. കൊച്ചുപൻ തന്നെ ആയിരിക്കണം കത്തനാർ. ആൻഡ് ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വിൻറ്റേജ് സമയത്തിലുള്ള ആ കാര്യങ്ങൾ. എനിക്ക് ഫസ്റ്റ് സീനൊക്കെ തോന്നിയപ്പോൾ ഈ ചൈനീസ് പഴയ സ്ഥലങ്ങളിലൊക്കെ, നിങ്ങൾ കൊറിയൻ പടങ്ങളും ചൈന പടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചൈനീസ് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കുറച്ച് മന്ദിരം പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെയാണ് തോന്നുന്നത്. പിന്നെ ആ ഒരു ഗ്രീനറി ആയിട്ടുള്ള ആ ഒരു ലോങ് വൈഡ് ഷോട്ട് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അത്ര ദിസ് മൺസൂൺ ഫ്രം റോജിൻ തോമസ്. എന്താ മുതലേ പാമ്പ്. ഓ, ക്ലാരിറ്റി, ഡയറക്ടർ ഓഫ് ഹോം. എന്റെ ഷോട്ടാ അത്. Jayasuriya is coming. Wow. കത്തനാർ ഒരു ജൂതൻ. മനിത ഉടമ്പിൽ കൊള്ളുന്നതിലും അധിക ശക്തി നിങ്ങൾ കട്ടുപ്പെടുത്തിയിരിക്കുന്നു. സീനൊക്കെ സീന് കേട്ട. ആ ഒരു വൈഡ് ആംഗിൾ ഷോട്ടൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ലോകയിലെ പോലെ തന്നെ ചിലപ്പോൾ ലോകയ്ക്ക് മേലിലുള്ള നല്ലൊരു സീനറി ഷോട്ടുകളൊക്കെ ഈ സിനിമയിൽ വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം ഇത് ട്രെയിലർ കണ്ടിട്ട് അങ്ങനെയാണ്. കാരണം അവർ അത്രയ്ക്കും ടൈം എടുത്ത് എഫേർട്ട് ഇട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ട്രെയിലറിലും കാണാനുണ്ട്. ആൻഡ് ലോകയെ പോലത്തെ ഒരു സൂപ്പർ ഹീറോ ചിത്രം വീണ്ടും വരുന്നു എന്നുള്ളത് മലയാളത്തിൽ മോളിവുഡിൻ്റെ ഒരു അഭിമാനം തന്നെയാണ്. ആൻഡ് ലോകയെ പോലെ തന്നെ, അല്ലെങ്കിൽ ലോകയിൽ കാണും നല്ല രീതിക്ക് തന്നെ ഇതും ഹിറ്റാകട്ടെ. ആൻഡ് ആ ഒരു ഷോട്ടൊക്കെ സൂപ്പർ ഷോട്ട്. ആ ജയസൂര്യ മലയുടെ മേലിൽ നിന്നിട്ട് അവിടെ കടലൊക്കെ കാണിക്കുന്ന ആ ഒരു സീൻ, എന്ത് സീനാടാ അത്. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുക. അലാവുദ്ദീന careful to whom you pray. ഓ, ബാഹുബലി സീന. ബാഹുബലിയുടെ ആളെ യഥാർത്ഥത്തിൽ വന്ന് അനുഷ്ക, പ്രഭുദേവായുണ്ട്, മറ്റേ പയ്യല്ല സാൻഡി, ദേവിക, ഹരീഷ് ഉത്തമൻ, വിനീത്, നിതീഷ്, എല്ലാവരും ഉണ്ട്. ഓ, ജയസൂര്യ തീ ഏട്ടാ. ഓ, ഷോട്ടാ അത്. കത്തനാർ ദ വൈൽഡ് സോക്കർ. ഓ, എന്ത് സുന്ദരടാ അനുഷ്ക. അതിലെന്തോ ആയിട്ട് റിലേഷൻ ഉണ്ട് കേട്ടോ ആ ഒരു ഇങ്ങനെ വന്നത്.
കത്തനാർ. ഓ, ട്രെയിലർ മാരക ട്രെയിലർ കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു അവരുടെ എഫേർട്ട് അല്ലെങ്കിൽ ഇത്രയും വർഷം അവർ ആ ഒരു കഠിനാധ്വാനം ഹാർഡ് വർക്ക് ഈ ട്രെയിലറിൽ തന്നെ കാണുന്നുണ്ട്. ഈവൻ എല്ലാവരുടെയും, ഇപ്പം ഡയറക്ടറിൻ്റെ ആയാലും, ഡയറക്ടർ തന്നെയാണ് ഈ സിനിമയുടെ ഫിലിം എഡിറ്റർ ആൻഡ് VFX എഡിറ്റൊക്കെ ചെയ്യുന്നതും റോജിൻ തോമസ് തന്നെയാണ്. അതൊരു പ്രത്യേകത കൂടെയാണ്. ആൻഡ് ഗോകുലൻ ഗോപാലനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജയസൂര്യ ആട് 3യുടെ ഇൻ്റർവ്യൂവിലൊക്കെ വന്നപ്പോഴും പറഞ്ഞു, ഞാൻ ഒരുപാട് സിനിമകൾ റിജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ക്യാരക്ടർ റോൾസൊക്കെ റിജക്റ്റ് ചെയ്ത് ഒരുപാട് വർഷത്തിൻ്റെ പ്രയത്നത്തിൽ വേറെ ഒന്നിലും പോവാതെ കമ്മിറ്റ് ചെയ്യാതെ എടുത്ത ഒരു സിനിമ കൂടെയാണ് കത്തനാർ. അപ്പോൾ അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത ഒരു സിനിമയാണ് കത്തനാർ എന്ന് ജയസൂര്യ പറഞ്ഞിട്ടുണ്ട്. അത് ഈ സിനിമയിൽ തന്നെ ഈ ഒരു ട്രെയിലറിൽ തന്നെ ജയസൂര്യയിൽ നിന്ന് ആ ഒരു എഫേർട്ട് കാണുന്നുണ്ട്. ആ സീൻ ബൈ സീനും ആ ഒരു ഓറ അല്ലെങ്കിൽ എന്താ പറയുക, അതിൽ കുറെ കാണാൻ അറിയാമല്ലോ, ഒരു മെജീഷ്യനെ പോലെ എന്തൊക്കെയല്ലേ കത്തനാറാണല്ലോ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ VFXന്റെ കാര്യങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു സിനിമ കൂടിയാണ് ഇത്. അപ്പോൾ ഒരു സൂപ്പർ ഹീറോ മെറ്റീരിയൽ അല്ലെങ്കിൽ ലോക പോലത്തെ നമ്മൾ കേട്ട് മടുത്ത കഥകൾ മീൻസ് നമുക്ക് അറിയാവുന്ന ഒരു കഥ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു ആളുണ്ടായിരുന്നുള്ളത് കഥയൊക്കെ നമുക്ക് കുറച്ചെങ്കിലും അറിയാമല്ലോ. അപ്പോൾ ആ കഥയെ ആ ഒരു സൂപ്പർ ഹീറോ മെറ്റീരിയലിനെ കൊണ്ടുവരിക, അങ്ങനെ അത് ഡിസ്പ്ലേ ചെയ്യുക, അത് പ്രേക്ഷകരിലെ ഓഡിയൻസിലേക്ക് എങ്ങനെ അത് ഫുൾഫിൽ ചെയ്യുക, അവരുടെ എക്സ്പെക്റ്റേഷൻസ് എങ്ങനെ മീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ റോജിൻ തോമസ് എങ്ങനെ ഡെലിവർ ചെയ്യുമെന്നുള്ളത് സിനിമ റിലീസ് ചെയ്യുമ്പോൾ തന്നെ അതറിയാം. മൺസൂണിലായിരിക്കും സിനിമ റിലീസ് ചെയ്യുന്നത്. ആൻഡ് ജയസൂര്യയെ കാണിക്കുന്ന സീനൊക്കെ അപാരമായിട്ടുണ്ട്. ആ തുടക്കം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോട്ട് എന്ന് പറയുന്നത് ആ മുകളിൽ നിന്നിട്ട് അവിടെ ഒരു കടലും കാണിച്ച് ആ ഒരു വൈഡ് ലോങ് ഷോട്ട് പക്ക, അതും ആ ഒരു ഡാർക്ക് ഷെയ്ഡിൽ. ആൻഡ് കുതിര വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോ സീൻ പോലെ കാണിക്കുന്നത്, അത് ഒരു രാജകീയ സീൻ പോലെയൊക്കെ എനിക്ക് തോന്നി. ആൻഡ് ക്ലൈമാക്സിൽ, ഈ ട്രെയിലറിൻ്റെ ക്ലൈമാക്സിൽ വരുമ്പോഴും കുതിരേൻ്റെ ഒപ്പം ഇങ്ങനെ മാറിപ്പോകുന്ന ആ ഒരു സീനുകളും കാര്യങ്ങളൊക്കെ ആ ഒരു എഫേർട്ട് അതിൽ കാണുന്നുണ്ട്. ആ ഒരു ഓറ അതിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു വേഷവും കൊള്ളാം. ആ ഒരു താടി ആയാലും ആ ഒരു നല്ല ഒരു വൈറ്റനായിട്ടും അല്ലെങ്കിൽ ആ കണ്ണിന് ആ ഒരു ബ്രൈറ്റനായിട്ടൊക്കെ ആയിട്ട് നല്ല രീതിക്ക് തന്നെ ജയസൂര്യയും ഇതിൽ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ റോജിൻ തോമസ്. കൂടാതെ തന്നെ അനുഷ്ക സുന്ദരി തന്നെയാണ്. അത് കാണുമ്പോൾ തന്നെ ആ ഗ്ലാമർ അതിൽ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ചിലവിലാണ് അനുഷ്ക ഷെട്ടിയെ കാണാൻ, വലിയൊരു നടിയാണ്. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റിലാണ് അനുഷ്ക ഷെട്ടിയെ വിളിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആൻഡ് ഇതിൽ വരുന്ന ഈ സിനിമയിൽ തന്നെ വിനായക് ശശികുമാറിൻ്റെ ലിറിക്സ് വരുന്ന പാട്ടുകളൊക്കെ വരുന്നുണ്ട്. ആൻഡ് സിനിമ ഒരുപാട് നാളുകളായിട്ട് മലയാള സിനിമ കാത്തിരുന്ന ഒരു സിനിമയാണ്. ജയസൂര്യയുടെ നല്ലൊരു സിനിമ വരാൻ കാത്തിരുന്ന ഒരു സിനിമയാണ്. കാരണം അത്രയും നല്ലൊരു ടൈം ഡിലേ വന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത്രയ്ക്കുള്ള എഫേർട്ടും കാര്യങ്ങളും ആ സിനിമയിൽ അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ബഡ്ജറ്റ് പടമായതുകൊണ്ട് തന്നെ മലയാളത്തിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രൊഡ്യൂസറായ ഗോകുലൻ ഗോപാലൻ തന്നെയാണ് ഈ സിനിമയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ സിനിമ റിലീസും ചെയ്യും. ആൻഡ് കത്തനാർ ഒരു മോസ്റ്റ് അവൈറ്റഡ് സിനിമ തന്നെയാണ്. ആൻഡ് ലോകയ്ക്ക് മേൽ വരുമോ അതോ ലോകയ്ക്ക് താഴെ വരുമോ അല്ലെങ്കിൽ ലോകയെ പോലെ വരുമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഇല്ല. നമ്മളെ മലയാള ഇൻഡസ്ട്രിയാണ് ഏറ്റവും നല്ല സിനിമകൾ വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലൊരു വിജയം തന്നെ വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അത് കോമ്പറ്റീഷൻ വൈസ് അല്ല, ഇൻഡസ്ട്രി വൈസ് പൊങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു വിജയം തന്നെ കത്തനാറിന് വരട്ടെ. ആ ട്രെയിലർ കണ്ടിട്ട് പ്രൊമിസിങ് ആണ്. നല്ലൊരു സീൻസുകളുണ്ട്, നല്ലൊരു സ്റ്റോറി വരുന്നുണ്ട്, നല്ലൊരു ബിൽഡപ്പ് തന്നെ നായകന് കിട്ടുന്നുണ്ട്. ആ തുടക്കത്തിൽ തന്നെ നായകന് 2-3 പേര് ഒരു നല്ലൊരു കിടിലൻ ബിൽഡപ്പ്. അത് മലയാളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ബിൽഡപ്പ് കേൾക്കുമ്പോൾ ചിലപ്പോഴൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. ബട്ട് ഇതെനിക്ക് നന്നായിട്ട് വർക്കൗട്ടായി, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കേൾക്കാൻ തന്നെ ആ ഒരു പ്രൗഢി തോന്നി. അതിൻ്റെ ഇടയിലാണ് ജയസൂര്യ ആ ഒരു വൈഡ് ആംഗിൾ ഷോട്ടിൽ കാണിച്ചിട്ട് ആ കുതിരയുടെ അപ്പുറമുള്ള ഒരു ആ ഷോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പക്കയായിട്ട് തോന്നി. സീൻ ബൈ സീൻ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പഴയ വൈബ് അല്ലെങ്കിൽ ഒരു പഴയ വൈബല്ലല്ലോ, പഴയ ഒരു വിൻറ്റേജ് ആ ഒരു സ്ഥലങ്ങളൊക്കെ നല്ല റിച്ച് ആയിട്ട് ക്വാളിറ്റി ആയിട്ട് ഇതിനെ കാണാൻ പറ്റി. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു എഫേർട്ടും കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ട്. അതിൽ ആ ഒരു മ്യൂസിക്കും അതിൻ്റെ കൂടെ തന്നെ കിടപിടിച്ച് പോകുന്നുണ്ട്, ആ ഒരു BGM കാര്യങ്ങളൊക്കെ. ആൻഡ് ജയസൂര്യ കുറേ മജീഷ്യൻ കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. കുറേ നമ്മൾ കണ്ട് അല്ലെങ്കിൽ കാണാത്ത കുറേ സീൻസും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. കുറേ VFXും പരിപാടികളൊക്കെ വരുന്നുണ്ട്. എല്ലാം നല്ലൊരു ഇംഗ്ലീഷ് ട്രെയിലർ കണ്ട ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്ക് തോന്നിയത്. മലയാളത്തിൽ ഇങ്ങനെ ട്രെയിലറൊക്കെ ഇനിയും റിലീസ് ചെയ്യട്ടെ. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഒരു ട്രെയിലർ എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. ജയസൂര്യ വേറെ ലെവലായിട്ടുണ്ട്. റോജിൻ തോമസ് നല്ല സെഞ്ചു കൊടുങ്ക. ലോകയ്ക്ക് മേലൊരു കിടിലൻ ഐറ്റം വരട്ടെ. അത് കമ്പാരിസൺ ആയിട്ടുള്ള ഇൻഡസ്ട്രിക്ക് ഒരു കിടിലൻ ഐറ്റം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംസാരം കൂടിയാണിത്. അപ്പോൾ ജയസൂര്യ ഇന്ത വാട്ടി മിസ്സാവാതില്ല.